കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിന് ഗുരുതര വീഴ്ച. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഉൾപ്പെടെ സമയബന്ധിതമായി പദ്ധതികൾ നടക്കുന്നില്ല. ഇതിനാൽ പുതിയ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകി. ഇതിന്റെ തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, എപ്പോഴും കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്ന് തുടരെ പരാതി പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതര വീഴ്ചയുടെ തെളിവുകളാണ് ഇപ്പോൾ ജനം ടിവി വിട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയൊരു വീഴ്ച തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഉൾപ്പെടെ സമയബന്ധിതമായി പദ്ധതികൾ നടക്കുന്നില്ല എന്ന വിവരം തന്നെയല്ലേ പുറത്തുവരുന്നത്? ദേവിക, അത് തന്നെയാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും ആരോപിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുന്നില്ല, പദ്ധതികൾ നടപ്പാക്കാൻ അതുകൊണ്ട് കഴിയുന്നില്ല എന്ന ആരോപണമായിരുന്നു പല ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ സഹായങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന് ധനവകുപ്പ് പല ഘട്ടങ്ങളിലും ആരോപിച്ചിരുന്നു. ധനമന്ത്രി ഉൾപ്പെടെ മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. പക്ഷേ അതല്ല വസ്തുത എന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സർക്കാരിന് എഴുതിയ ഒരു കത്ത്, ആ കത്തിൽ കൃത്യമായി പറയുന്നത് പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമം പദ്ധതിയുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ വികസനവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ കൃത്യമായി നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് കാരണം കൂടുതൽ പദ്ധതികൾ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെതായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ല, അതിന് അംഗീകാരം ലഭിക്കുന്നില്ല. അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലെ വീഴ്ചയാണ് ഈ കത്തിൽ ഡയറക്ടർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കൺസൾട്ടന്റുമാരെ നിയോഗിക്കുന്നത് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു. മാത്രമല്ല ഇതിനാവശ്യമായ സോഫ്റ്റ്വെയറുകളില്ല. അത്തരത്തിൽ നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്തതെന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സർക്കാരിന് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ ഏറെ അഭിമാനത്തോടു കൂടി നടപ്പാക്കുന്ന, രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക്, അവർ സ്കൂൾ കെട്ടിടം, വീട് ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ട പദ്ധതിയാണ്. അതിനായി കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒരു സാമ്പത്തിക വർഷത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാത്രം ഏകദേശം 200 കോടി രൂപയ്ക്കടുത്താണ് ഇതിനായി നീക്കിവെച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലാണ് സംസ്ഥാന സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നത്. ഇത് കാരണം സംഭവിക്കുന്നത് കൂടുതൽ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ മാത്രമുള്ള കൂടുതൽ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തെ പല പദ്ധതികളുടെ കാര്യത്തിലും നിലനിൽക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുന്നു, പക്ഷേ ആ പദ്ധതികളുടെ നിർവഹണത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായി വീഴ്ച വരുത്തുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഈ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിക്ക് പണം നൽകുമ്പോൾ ആ പണം എടുത്ത് മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. അതായത് വകുപ്പുകൾക്ക് നൽകുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്നുണ്ട്. കാരണം പോലീസിന് പണം നൽകുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു വകുപ്പുകൾക്ക്, ആരോഗ്യ വകുപ്പിന് ഉൾപ്പെടെ പണം നൽകുന്നുണ്ട്. ഈ പണം ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വകമാറ്റുന്നു. കാരണം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുകയാണെങ്കിൽ ആ പണം വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സമീപനം കാലങ്ങളായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായി ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ കത്ത് മാറുന്നതിനൊപ്പം തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് നിയമസഭയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നത്. 1500 കോടി രൂപയ്ക്കടുത്താണ് കാരുണ്യ പദ്ധതി വഴി സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾക്കും നൽകാനുള്ളത്. ഈ കുടിശ്ശിക വരുത്തിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു ചോദ്യം വന്നപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വഴി ഒരു കുടിശ്ശിക പോലും വരുത്തിയിട്ടില്ല, കൃത്യമായി പണം നൽകുന്നുണ്ട് എന്നാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി പണം നൽകുന്നുണ്ട്, പക്ഷേ സംസ്ഥാന സർക്കാരാണ് ഇതിൽ കുടിശ്ശിക വരുത്തിയത്. ഇതേ അവസ്ഥ തന്നെ പല പദ്ധതികളുടെ കാര്യത്തിലും നിലനിൽക്കുന്നു. ഇനി പദ്ധതികൾക്ക് എന്തുകൊണ്ട് പണം ലഭിക്കുന്നില്ല എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പണം നൽകുകയാണെങ്കിൽ ആ പദ്ധതി പ്രകാരമുള്ള പണം ചെലവഴിച്ചത് എന്തിനെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് തിരിച്ചയക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ പണം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് അയക്കാൻ കഴിയൂ. കാരണം ഇത് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് ഉള്ളതാണ്. സംസ്ഥാനത്തിന്റെ രീതിയിലല്ല. ഈ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിയതിന് ശേഷമാണ് അടുത്ത പണം അനുവദിക്കുന്നത്. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും പുലർത്താറില്ല. അതായത് കേന്ദ്ര സർക്കാർ പലപ്പോഴും ഈ വിനിയോഗ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് നൽകാറില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തുക വകമാറ്റി ചെലവഴിക്കുന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നിരവധി തവണ ഉയർന്നെങ്കിലും ഇതിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ ഇപ്പോഴും തയ്യാറായില്ല. ഇത് ഭാവിയിൽ തന്നെ സംസ്ഥാനത്തിന് ദോഷകരമാകും എന്ന് വകുപ്പ് മേധാവികൾ പലതവണ സർക്കാരിനെ അറിയിച്ചതാണ്. ഈ ചീഫ് സെക്രട്ടറി യോഗങ്ങൾ വിളിക്കുമ്പോൾ പ്രധാനമായും വകുപ്പ് മേധാവികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയം തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന പണം വകമാറ്റി ചെലവഴിക്കുക മാത്രമല്ല, അതിനുശേഷം അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നു. പല വകുപ്പുകൾക്കും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പണം മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒരു വശത്ത് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടരുന്നത് നമുക്കറിയാം. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി 145 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്നു. 30-ന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. 31-നാണ് കേന്ദ്ര സർക്കാർ 145 കോടി രൂപ
സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി അനുവദിക്കുന്നത്. അതിന്റെ കണക്കുകളൊന്നും പിന്നീട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങളൊന്നും പറഞ്ഞില്ല. ഇതിന്റെ തെളിവുകൾ പിന്നീട് ജനൻ ടിവിയാണ് പുറത്തുവിട്ടത്. ഏതായാലും അടുത്ത ഘട്ടമായുള്ള പണം ഉടൻ അനുവദിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കണക്കുകൾ കൃത്യമായി മുഖ്യമന്ത്രി പറയാറില്ല എന്ന് മാത്രമല്ല, ഈ 145 കോടി രൂപ ലഭിച്ചതിന് ശേഷം ആദ്യമായി ഇറങ്ങിയ ഉത്തരവുകൾ ജനൻ ടിവി അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. 2-ാം തീയതി ഒരു ഉത്തരവ് ഇറക്കുന്നു. അതിൽ ആദ്യം നീക്കിവെച്ചത് നവകേരള സദസ്സിന് ബ്രോഷറുകളും ക്ഷണക്കത്തുകളും അച്ചടിച്ചതിന്റെ പണമാണ്. അതായത് 7,35,00,000 രൂപ ഇതിനായി മാറ്റിവെക്കുന്നു. ഇതിനുശേഷം 5-ാം തീയതി സംസ്ഥാനത്തെ തിയേറ്ററുകൾ വഴി സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിൽ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി പണം മാറ്റിവെക്കുന്നു. 18 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. ഈ രീതിയിൽ കോടികൾ തന്നെ ഈ വക മാറ്റി ചെലവഴിക്കുന്നു എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ക്ഷേമ വകുപ്പിൽ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ പോലും കൃത്യമായി ഇത്തരത്തിലുള്ള വകമാറ്റൽ നടക്കുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഡയറക്ടറുടെ തുറന്ന കത്ത്. ദേവിക, അതുതന്നെയാണ് രാജീവ്. ന്യൂനപക്ഷത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഒഴികെയുള്ള എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേമ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഈ വകുപ്പിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന പണം പോലും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഇത്തരം അധികാരങ്ങളൊക്കെ ആരാണ് നൽകിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊക്കെ അതീതമായിട്ട് മറ്റൊരു കാര്യം പറയേണ്ടത്, കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ച സമയത്ത് പോലും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് തലയിൽ കൈവച്ച് നമ്മുടെ സാമ്പത്തിക വിദഗ്ധരെല്ലാം കേരളത്തിലെ, അതായത് മന്ത്രി അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഇത്തരം പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പരസ്യമായി ഒന്ന് പറയാൻ പോലും അവർ തയ്യാറല്ല. പക്ഷേ ഇത്തരം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഈ പണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കടക്കം നൽകുന്ന ഈ പദ്ധതികൾ, പണം, ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്? സംസ്ഥാന സർക്കാർ ഈ കത്തിന് എന്തെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ? ദേവിക, ഏത് ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെ അവഗണിക്കുന്നു എന്നാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം. എന്നാൽ വസ്തുതകൾ അതല്ല എന്ന് നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ പ്രളയമുണ്ടായപ്പോഴും അതിനുശേഷവുമൊക്കെയുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 2,500 കോടി രൂപയ്ക്കടുത്താണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് സഹായമായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഏത് ഘട്ടത്തിലും സംസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ പണം നൽകുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അനാവശ്യമായി പണം ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ജനൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കാര്യത്തിലെ ചില കണക്കുകൾ വ്യക്തമാക്കിയത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അനാവശ്യ ചെലവുകൾ സംസ്ഥാനത്തുണ്ട്. ആ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാതെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. ഇതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കൂടുതൽ കടമെടുക്കാനുള്ള അനുമതി വേണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഈ ഘട്ടത്തിൽ പോലും ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനെ എതിർത്തിരുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് തിരിച്ചടിയാകും എന്നായിരുന്നു ഈ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതേ അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് സംസ്ഥാനം കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷേ നേരത്തെ നൽകിയ സഹായം എന്തിനു വേണ്ടി വിനിയോഗിച്ചു, അല്ലെങ്കിൽ ആ പണം എന്തിനാണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകണം. അത് രേഖാമൂലം തന്നെ നൽകുകയും വേണം. അത് കേരളത്തിന് മാത്രമുള്ളതല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ കേരളം മാത്രം ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിന് ആയുധങ്ങൾ വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ പണം നൽകുന്നുണ്ട്. പക്ഷേ സംസ്ഥാന പോലീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മതിയായ ആയുധങ്ങൾ പോലുമില്ല. ദിനം പ്രതി ചെലവുകൾ നടത്തിക്കൊണ്ടു പോകാൻ പോലീസ് സേന വലിയ കഷ്ടപ്പെടുകയാണ്. ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ല. ഇതിന്റെ തെളിവുകളൊക്കെ നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. ആരോഗ്യവകുപ്പിന്റെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആരോഗ്യവകുപ്പിൽ അവശ്യ മരുന്നുകൾ വാങ്ങാൻ പണമില്ല. പക്ഷേ ഇതിനാവശ്യമായ പണം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൃത്യമായി നൽകുന്നുണ്ട്. അത് ആരോഗ്യമന്ത്രി തന്നെ നിയമസഭയിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. കാരുണ്യ പദ്ധതിക്ക് കൃത്യമായി പണം നൽകുന്നുണ്ട്. കുടിശ്ശിക ഒന്നുമില്ല എന്നുള്ളത് മാത്രമല്ല, മരുന്നുകൾ വാങ്ങുന്നതിൽ ഉൾപ്പെടെ കേന്ദ്ര സഹായം കൃത്യമായി ലഭിക്കുന്നുണ്ട്. ഇനി ലഭിക്കാത്ത പദ്ധതികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. അതായത് കേന്ദ്ര സർക്കാർ പറയുന്ന രീതിയിൽ ഒന്നുകിൽ ആ പദ്ധതികൾ നടപ്പാക്കില്ല, അല്ലെങ്കിൽ പ്രായോഗികത പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ അതിനനുഭവിക്കുന്ന പണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അതിനുശേഷം ഈ വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് സംസ്ഥാനം ഗുരുതരമായ വീഴ്ച വരുത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കത്ത് പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ കൺസൾട്ടന്റുമാരെ നിയോഗിക്കണം. ഏതായാലും ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് കൺസൾട്ടന്റുമാരെ നിയോഗിക്കാനുള്ള ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വീണ്ടും ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ ഈ പദ്ധതികൾ
പദ്ധതികൾ വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ദേവിക, രാജീവ്, അത് തന്നെയാണ് രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ 145 കോടി രൂപയാണ് അടിയന്തര സഹായമായി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ കാര്യത്തിനും കേന്ദ്രം കൂടെയുണ്ട്, അല്ലെങ്കിൽ പണത്തിന്റെ ആവശ്യം എവിടെയൊക്കെ വരുന്നോ അവിടെ എല്ലാം കേന്ദ്ര സർക്കാർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇനിയും വളരെ വലിയ രീതിയിൽ ധനസഹായങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയത്. ആ സമയത്തും സംസ്ഥാനം ആവശ്യപ്പെട്ടത് 2000 കോടി അധിക രൂപയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും ഇത്രയും കോടി, എത്ര കോടി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിച്ചാലും അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലോട്ട് വരികയാണെങ്കിൽ അത് ഗുരുതരമായൊരു വീഴ്ച തന്നെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്ത് വിശ്വസിച്ചാണ് അല്ലെങ്കിൽ ജനങ്ങൾ പോലും ഈ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടക്കം ഇങ്ങനെ പണം നൽകുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ പണം നൽകാത്തവരെ നേരിട്ട് നൽകാമെന്ന് പറയുന്നവരെ പോലും ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തേക്കാളും വലിയ രീതിയിലുള്ള ചില നടപടികളാണ് ജനങ്ങളോട് പോലും എടുക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് ശരി, രാജീവ് ദയവായി തുടരുക. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രഫുൽ കൃഷ്ണൻ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഉൾപ്പെടെ സമയബന്ധിതമായി പദ്ധതികൾ നടക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനാൽ പുതിയ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എന്നാണ് നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പോലും കൃത്യമായി ചെലവഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ CPM-ന്റെ യഥാർത്ഥ കപട ന്യൂനപക്ഷ സ്നേഹം കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതികളുടെ എല്ലാത്തിന്റെയും കാര്യത്തിൽ ഇതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫണ്ടും ലാപ്സ് ആവുകയാണ്. ഇവിടെ യഥാസമയത്ത് കിട്ടേണ്ടത് ഒന്നും തന്നെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കാതെ ഒന്നും കൃത്യമായി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. ഇവിടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ, അതിന്റെ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു തുകയാണ് കേരളത്തിന് കിട്ടേണ്ടത്. പക്ഷെ കൃത്യമായ കേരളം കണക്കുകൾ ബോധിപ്പിച്ചിട്ടില്ല. നിർമ്മലാ സീതാരാമൻജി തന്നെ പല വട്ടം രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ കണക്കുകൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഉച്ചഭക്ഷണത്തിന്റെ കണക്ക് പോലും കൊടുക്കാൻ പിണറായി സർക്കാരിന് സാധിക്കുന്നില്ലല്ലോ. പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണ ഫണ്ട് ആ കണക്കുകൾ കൃത്യമായി കൊടുത്താൽ, അതുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൊടുത്താൽ എല്ലാ ഫണ്ടുകളും യഥാസമയത്ത് റിലീസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊന്നും തന്നെ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിക്കും സഹമന്ത്രിമാർക്കും വകുപ്പുകൾക്കും എന്താ പണി? കേരളത്തിന് അർഹതപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും ഈ ഫണ്ടുകൾ വളരെ കൃത്യമായി വിനിയോഗിക്കുമ്പോൾ കേരളം മാത്രം ഈ ഫണ്ടുകളെല്ലാം വിനിയോഗിക്കാതെ തിരിച്ചയക്കുകയാണ്, ലാപ്സ് ആവുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ചെലവാക്കേണ്ട പണം കിട്ടുന്നില്ല. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. എന്നിട്ടോ നാഴികക്ക് 40 വട്ടം കേന്ദ്രത്തിന് കുറ്റം പറയുക. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, കേരളത്തിനോട് അവഗണന കാണിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയാണ് ഇവിടെ ജൽജീവൻ മിഷൻ കണക്ഷൻ, ആ കണക്ഷന് വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയല്ലേ കേന്ദ്ര വിഹിതം ഈ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ടോ ആ ജൽജീവൻ മിഷൻ പദ്ധതി പൂർണ്ണമായിട്ടും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നുണ്ടോ? എല്ലാ പദ്ധതികളുടെയും കാര്യം ഇത് തന്നെയാണ്. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് സ്വന്തം പേരിൽ നടപ്പിലാക്കുക. എന്നിട്ടോ ആ പദ്ധതികളെല്ലാം തന്നെ ഇത്തരത്തിൽ അവതാളത്തിലാക്കിക്കൊണ്ട് ആ പദ്ധതികളെ മുഴുവൻ വൃത്തികേടാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിലേക്ക് ആ പദ്ധതികളെ മാറ്റുക. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആരോപണമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നും നമുക്കിത് കാണാൻ സാധിക്കാത്തതാണ്. അത്യന്തം അപലപനീയം എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. യെസ്, വളരെയധികം നന്ദി പ്രഫുൽ ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. വീണ്ടും രാജീവിലോട്ട് പോവുകയാണ്. രാജീവ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ്. കാരണം കൂടുതൽ തുക വീണ്ടും കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയാണ്. നമ്മൾ വയനാട് ദുരന്തമടക്കം വന്നപ്പോൾ നമ്മൾ കേരളം ഒട്ടാകെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വലിയ തുക തന്നെയാണ് ഓരോ ഭാഗത്ത് നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത്തരം ന്യൂനപക്ഷ ക്ഷേമത്തിന് അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളിൽ ജനങ്ങളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന തുക പോലും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി വക മാറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് കൃത്യമായ രീതിയിൽ പരിശോധിക്കണം. അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ ഒരു അവസരത്തിൽ കൃത്യമായി കേന്ദ്ര സർക്കാർ പല വകുപ്പുകളിലും വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ അതൊന്നും ജനങ്ങളിലോട്ട് എത്തുന്നില്ല. മാത്രവുമല്ല, ജനങ്ങളിൽ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര ബജറ്റിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരം കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികൾ തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാതെ സർക്കാർ ഈ മുന്നോട്ട് പോകുന്ന ഈ ഒരു
സമയം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഡയറക്ടർക്ക് പോലും കത്തയക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് പോലീസ് സേനയുടെ കാര്യം. അവർക്ക് മതിയായ ആയുധങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പോലീസ് സേനയിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദേവിക, എല്ലാ ഘട്ടത്തിലും കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് 2018-ലെയും 2019-ലെയും പ്രളയ സമയത്തുൾപ്പെടെ നമ്മൾ കണ്ടതാണ്. എല്ലാ സഹായങ്ങളും കേരളത്തിലേക്ക് എത്തിക്കുകയും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ പണം ആവശ്യമെങ്കിൽ അതെല്ലാം നൽകാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നേരിട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ഉരുൾപൊട്ടലിന്റെ കാര്യത്തിലും സംഭവിച്ചത്. 30-ന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നേരിട്ട് വിളിക്കുന്നു. എന്ത് സഹായം വേണമെങ്കിലും നൽകാമെന്നാണ് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത്. അങ്ങനെ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല ഉണ്ടായത്, ഉടൻ തന്നെ അതായത് 31-ന് തന്നെ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നു. 145 കോടി രൂപ അടിയന്തരമായി സംസ്ഥാനത്തിന് കൈമാറുകയാണ് ചെയ്തത്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി 31-ന് തന്നെ ഈ പണം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കാലവർഷം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 40 കോടി രൂപയും സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു. ഈ രീതിയിൽ സംസ്ഥാനത്തിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 185 കോടി രൂപ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് പല കാര്യങ്ങളിലും നിലനിൽക്കുന്നത്. അതിന്റെ ഒരു തെളിവ് കൂടിയായി മാറുകയാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ നൽകുന്ന കത്ത്. കൃത്യമായി കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് പണം അനുവദിക്കുമ്പോൾ ആ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ വീഴ്ച കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ പണം നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഈ വകമാറ്റുന്ന സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള പല പദ്ധതികളുമാണ്. പക്ഷേ ഒടുവിൽ കുറ്റം പറയുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല, പദ്ധതികൾ അതുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നാണ്. പക്ഷേ ഈ കത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഉത്തരവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നതാണ്. കാരണം അതിൽ തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ആ പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല, നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകുന്നു. ഇത് മറ്റ് പദ്ധതികളെ കൂടി ബാധിക്കുന്നു എന്ന് പ്രധാനമായും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെ മറ്റു പദ്ധതികളുടെ കാര്യത്തിലും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. അതിന് പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം മറ്റ് പദ്ധതികൾക്കായി വകമാറ്റുന്നു എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആശങ്കയും. അതുതന്നെയാണ് പല ഘട്ടങ്ങളിലും നമ്മൾ ഈ വാർത്തയൊക്കെ പുറത്തുവിടുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ നേരിട്ട് സംസ്ഥാന സർക്കാരിന് പണം നൽകുമ്പോൾ അത് കൃത്യമായി അർഹരായവരിലേക്ക് എത്തുമോ? ഈ വയനാട് ദുരന്തബാധിതർക്ക് ഈ പണം ലഭിക്കുമോ? കേന്ദ്ര സർക്കാർ 145 കോടി രൂപ നൽകിയെന്ന് പറയുമ്പോൾ അത് അവരിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. ആ ആശങ്കയിൽ വസ്തുതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അതിന് കാരണം 145 കോടി രൂപ അനുവദിച്ചതിന് ശേഷമാണ് സർക്കാർ തിരക്കിട്ട് നവകേരള സദസ്സിനും അതുപോലെ തന്നെ മറ്റ് ദൂർത്തുകൾക്കുമൊക്കെ പണം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. സംസ്ഥാനങ്ങൾ വഴി മാത്രമേ ഈ പണം വിതരണം ചെയ്യാൻ കഴിയൂ. വിതരണം ചെയ്തതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം. അത്തരത്തിൽ രേഖകൾ ആവശ്യപ്പെടുമ്പോഴാണ് സർക്കാരിന് ആ രേഖകൾ കൈമാറാൻ കഴിയാതെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ തുടർ കേന്ദ്ര സഹായം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ രംഗത്തിറങ്ങുകയും ചെയ്യും. ബോധപൂർവം തന്നെ മറ്റു വസ്തുതകളൊക്കെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള രേഖകളുടെ പ്രസക്തി വർദ്ധിക്കുന്നതും. ദേവിക.